ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു നോമ്പ് കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു റെസിപ്പിയാണ്. തരിക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ തരിക്കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു നെയ്യൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നമുക്ക് എത്രത്തോളം കാഷ്യൂനട്ട് വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിലേക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ അത് രണ്ടും ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഇതേ കടായിയിലേക്ക് തന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവിൻ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ്, അതായത് 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലാണ്. അതുകൊണ്ട് 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എടുക്കുന്ന പാൽ അധികം കട്ടിയില്ലാത്ത പാൽ, അതായത് വെള്ളവും കൂടി ഉള്ള പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർക്കരുത്, അത്ര നന്നായിരിക്കത്തില്ല. ഇനി ഈ പാൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൂടി കൊടുക്കണം, അല്ലെങ്കിൽ പാട ചൂടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ പാലിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. 2 എന്നുള്ള അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉറപ്പായിട്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ്. റോസ്റ്റ് ചെയ്തതാണെങ്കിലും ചെയ്യാത്തതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ റവ നമുക്ക് ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ കാണിക്കുന്ന കണക്ക് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്ക പൊടി ആയാലും മതിയാവും കേട്ടോ. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകിയും കൂടി വരണം. ഒരുപാട് കുറുകണ്ട, ചെറിയ രീതിക്കൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുറുകിയും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകിയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എത്രത്തോളം കുറുകിയിട്ട് വേണമോ അതനുസരിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അഥവാ ഇനി നന്നായിട്ട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.